എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ഡിസംബർ 31 എന്ന് വെച്ചാൽ 2025 അവസാന ദിവസം എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ സമയം എന്തായി മോനെ? 12:03. ഏകദേശം പകുതി ഉച്ചമുക്കാലാവാനായി എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് കാറൊക്കെ നമ്മൾ കാറൊക്കെ പേക്കാക്കി നല്ല പെട്ടിയൊക്കെ പേക്കാക്കി കാറിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് എനിമികൾ ആൾക്കാരുണ്ട്. അവര് ഞാൻ ഗുരുവായൂരേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി കാത്തിരിക്കുന്നത്. അപ്പം ഇന്നലെ എനിക്ക് ഗുരുവായൂർ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ വന്ന് തമ്പടിച്ചവർ, അങ്ങനെ പറയണം, തമ്പാനടിച്ചവരല്ല കേട്ടോ, തമ്പടിച്ചവരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്നെ കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയുടെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ്, ഏകദേശം 10 മണി അങ്ങോട്ടായിരിക്കും ഞാൻ അവിടെ എത്തുന്ന സമയത്ത്. തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ 3 മണിയായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ന്യൂ ഇയറിന് വരും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ന്യൂ ഇയറിനേക്കൊക്കെ ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ന്യൂ ഇയറിന് എവിടെ എന്നെ ഗുരുവായൂർ കണ്ടാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരോടായിട്ട് പറയുക, ഞാൻ ഇവിടെ ഗുരുവായൂരേക്കല്ല കേട്ടോ വരുന്നത്. ഞാൻ പോകുന്നത് വയനാട് ജില്ലയിൽ എവിടെയാ? വയനാട് എവിടെയാ മാമ? ബാണാസുര മൗണ്ടൻ വ്യൂ റിസോർട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ അവിടെയായിരുന്നു ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം അവിടെ ആഘോഷിച്ചപ്പം എനിക്ക് അവിടെ ഭയങ്കര ത്രില്ലായിട്ട് തോന്നി. അതുകൊണ്ട് ഈ വർഷവും അവിടെ തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഞങ്ങളിവിടുന്ന് 10 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ച ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ എന്തായാലും പുറപ്പെട്ടായി വരുമ്പോഴേക്ക് 10-10:30 ഉച്ചമുക്കാലാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ 12 മണിയായി. ഇനി അരുണിൻ്റെ വീട്ടിൽ പോയിട്ട് അരുണിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നേരെ ചുരം പിടിക്കാൻ. നമ്മൾ താമരശ്ശേരി വഴിയല്ല കേട്ടോ പോകുന്നത്. താമരശ്ശേരി പൊതുവെ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഒടുക്കമത്തെ ബ്ലോക്കായിരിക്കും. നമ്മൾ കുറ്റിയാടി വഴി ചുരം വഴിയാണ് കയറുന്നത്. അതുകൊണ്ട് ചുരം വഴി കയറുന്നത് കൊണ്ടും ഇതാക്കുന്നത് കൊണ്ടൊന്നും എനിക്കങ്ങനെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കാര്യം പറഞ്ഞിട്ട് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. മലയോര മേഖലയിലേക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഹൈ റേഞ്ചിലേക്കാണ് ഞാൻ കയറുന്നത്. അവിടെ എനിക്ക് പൊതുവേ റേഞ്ച് കിട്ടാറില്ല. വൈഫൈ ഓഫീസിൻ്റെ അകത്തുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്കത് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുമോ, അവിടെ വൈഫൈ ഉണ്ടോ, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോയിട്ട് 1 വർഷത്തോളമായി. ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് പിന്നെ പോകുന്നത്. അല്ല, അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ദിവസം നമ്മൾ പോയിട്ടില്ലേ മോനെ? ഇല്ല, ഉണ്ടോ അറിയില്ല. ഇല്ല, കഴിഞ്ഞ വർഷം പോയത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ വർഷം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഹൈ റേഞ്ച് മേഖല ആയതുകൊണ്ട് റേഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഫോണും തന്നെ ഫ്ലൈറ്റ് മോഡ് ആക്കിയിടണം. അതൊരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ, നിങ്ങൾ ഹൈ റേഞ്ച് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉള്ള ചാർജ് പെട്ടെന്ന് ലോ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഐഫോണിന് എവിടെയെങ്കിലും ഇത്തിരിയെങ്കിലും റേഞ്ച് ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ഐഫോണിന്. അപ്പോൾ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് കഴിയുന്നതും നമ്മുടെ ഫോണ് ഫ്ലൈറ്റ് മോഡ് ആക്കിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നമുക്ക് ചാർജ് കിട്ടും. ആ ചാർജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോൺ യൂസർമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്ത് വന്ന് പറയും പൊങ്ങച്ച് മേടിക്കാൻ വന്നു എന്നൊക്കെ പറയും. നിങ്ങൾ പറഞ്ഞോളീന്നേ, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്താവും, എങ്ങനെയാവും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഏതായാലും നമ്മൾ മെല്ലെ റിസോർട്ടിലേക്ക് പോവുകയാണ്. മൗണ്ടൻ വ്യൂ റിസോർട്ട് ആണ് സംഭവം. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുക, നേരെ വണ്ടി വിടുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. എന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്ന കുറേ ആൾക്കാരുണ്ടേ. പിന്നെ വേറൊരു കാര്യം, ഈ ലസിത പാലക്കലിന് വല്ല പ്രാന്തുണ്ടോടെ? അറിയാൻ മേല എന്നിട്ട് ചോദിക്കാം.
ഏതോ ലെവൽ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനാണ് ധൈര്യമുണ്ടോ എന്നോട് തലശ്ശേരി ലോഡ്ജിൽ വരാനെന്നൊക്കെ ചോദിക്കുന്നത്. എന്തുവാടെ ഈ തള്ളൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോടൊക്കെ ലോഡ്ജിൽ വരാൻ പറയുന്നത് എന്തിനാന്ന്? ആ തള്ളയും വരാൻ പോയി ലോഡ്ജിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് സഹിതം ഞാൻ കേൾപ്പിച്ചുതരാം. മോളെ മോളെ ഇമ്മനെ ഫോണ് നിങ്ങൾ എടുത്തേ. ആന്നേ ഇതൊക്കെ എന്തോ പ്രാന്താന്ന് തോന്നുന്നു. ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു, നിങ്ങൾക്ക് പ്രാന്തുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചികിത്സിക്കുക, എൻ്റെ മെക്കിട്ട് കയറി അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ നിൻ്റെ ആള് എന്നിട്ടാടാ പൊട്ട. ഏതോ ഒരു യുവ ആർട്ട് 3466. എനിക്ക് 2 ഫോണാണുള്ളത്. രണ്ടിലും ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട്. വേറൊരു കാര്യം ലസിത പാലക്കലെ നീ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഒരു ഇമെയിൽ ID വെച്ചിട്ട് 2 ഫോണിലും ചെയ്യാച്ചാൽ എൻ്റെ ഈ ഫോണിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഫോണിൻ്റെ അകത്തേക്കും കിട്ടും. അതുകൊണ്ട് ഞാൻ പുതിയ ഫോൺ മേടിച്ച സമയത്തും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഇമെയിൽ ID തന്നെയാണ് കൊടുത്തത്. നിനക്ക് അത്രയ്ക്ക് ഗഡ്സ് ഉണ്ട്, നീ പോയി ഒന്ന് പരാതിപ്പെട്, അതിനുള്ള ഗഡ്സ് കാണിക്കും. അപ്പോൾ എനിക്ക് അയച്ച വോയിസ് ഞാൻ നീ വാ തലശ്ശേരിക്ക് വാ. റെയിൻബോ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നീ തലശ്ശേരിക്ക് വാ, നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, ഞാനും അവിടെ വരാം. ധൈര്യത്തിൽ വരൂ. കമോൺ. നിങ്ങൾക്ക് പ്രാന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചികിത്സിച്ചാ പോരെ, എന്റെ മെക്കിട്ട് കയറാണോ? ആ ഐഡിയ ആര്യാന്നുള്ളത് ഞാൻ എനിക്ക് വിത്തിൻ സെക്കൻഡോട് പറഞ്ഞ. വിത്തിൻ സെക്കൻഡ് അയച്ചിട്ട് 11:53 അയച്ചതാണ്. ഇപ്പോൾ 12:10 വിത്തിൻ സെക്കൻഡ് സമയം കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ തള്ളച്ചിക്ക് പ്രാന്താന്ന് തോന്നുന്നടേ. എന്തിനാടേ എന്നെ ലോഡ്ജിലേക്ക് വിളിക്കുന്നത്? ഞാൻ ലെസ്ബിയൻ അല്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞു തരാം. ലസിതനോടായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഈ ലോഡ്ജിലേക്കൊക്കെ ക്ഷണിക്കുന്നതിന് ഉളുപ്പും മാനവും നാണം ഉണ്ടോടി നിനക്ക്? ഏതായാലും നീ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് നീ എന്നെ അങ്ങ് പൊക്ക്. അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ അയാൾ എന്നെ അങ്ങ് പൊക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ബൈ ഫ്രം ജസ്ന സലീം.